ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചവ്വരിയും നൊങ്കും ചേർത്തുകൊണ്ടുള്ളൊരു പായസമാണ്. പായസം ഉണ്ടാക്കാനായിട്ട് നല്ല ഇളം നൊങ്കും നോക്കി വേണം വാങ്ങിക്കാൻ. ഞാനിപ്പോൾ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6 നൊങ്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒരു സ്പൂണും ഉണ്ട്, ചുരണ്ടി എടുത്തതാണ്. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നല്ല ഇളം നൊങ്കായതുകൊണ്ട് ചുരണ്ടി എടുത്താൽ മാത്രം മതി. ഇതൊരു 100 ഗ്രാം ചവ്വരി ഞാൻ വേവിച്ചെടുത്ത് വെച്ചതാണ്. ഒരു ചെറിയ തേങ്ങയുടെ 1/4 പാൽ പിഴിഞ്ഞെടുത്തതാണിത്. ഇതൊരു 200 ഗ്രാം ശർക്കരയുണ്ട്. അത് നമുക്ക് വെള്ളം ഒഴിച്ച് പാനിയാക്കിയ ശേഷം ഒന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം കാഷ്യൂനട്ടൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. നട്ട്സൊക്കെ കോരി മാറ്റിയ ശേഷം നമുക്ക് അതേ നെയ്യിൽ തന്നെ നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ശർക്കരയും ചവ്വരിയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. നൊങ്കെല്ലാം കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതുപോലെ പായസമൊക്കെ ചെയ്ത് കഴിക്കാവുന്നതാണ്. പായസം ഇപ്പം നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒരു 7-8 ഏലക്കായ് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല ഇളക്കി നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. പായസം നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന 1/4 പാൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നൊങ്ക് ചേർത്ത് കൊടുക്കാം. പായസത്തിൽ നൊങ്ക് ഇട്ട ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നൊങ്കൊക്കെ അധികം വേവിക്കേണ്ട ആവശ്യമില്ല. പായസത്തിൻ്റെ ചൂടിൽ തന്നെ കിടന്നതൊന്ന് ചെറിയ വേവിൽ വന്നേക്കും. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു പായസമാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.